പ്രിയമുള്ളവരെ, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലെത്തുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനുത്തരം ലളിതമാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവർ UDFിലെത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണവും ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ പിളർപ്പും കൂറുമാറ്റവും അവർക്കൊരു പുത്തരിയല്ല, അത് അവരുടെ കൂടെ പിറപ്പാണ്. കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് 1964 രൂപീകരിച്ച പാർട്ടിയാണ്, 15 MLA കൂടി രൂപീകരിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. PT ചാക്കോയുടെ അനുഭാവികളായ 15 MLA പാർട്ടി നേതാക്കളും കോട്ടയം ലക്ഷ്മി ഹോട്ടലിൽ വെച്ച് രൂപീകരിച്ചു പാർട്ടി. വൈകുന്നേരം മന്നത്ത് പത്മനാഭനാണ് കേരള കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയത്. സ്ഥാപക ചെയർമാൻ KM ജോർജാണ്, ബാലകൃഷ്ണപിള്ളയായിരുന്നു വൈസ് ചെയർമാൻ. അതേസമയം KM മാണി സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഒരാളല്ല. രൂപീകരണത്തിൽ മാണിക്ക് യാതൊരു പങ്കുമില്ല. 65 മുതൽ അദ്ദേഹം പാല MLA ആണ്. അവർ ഒറ്റയ്ക്ക് 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 26 സീറ്റ് സ്വന്തമായി നേടി. അതിനുശേഷം 70കളിൽ അവർ UDFിനൊപ്പമാണ് ചേർന്നത്. 77 വരെ അവരെ പിളർപ്പുണ്ടായിട്ടില്ല. 77 ശേഷം ജോസഫ് വിഭാഗമായിട്ടും മാണി വിഭാഗമായിട്ടും ബാലകൃഷ്ണ വിഭാഗമായിട്ടും പിളർന്നു. 79 മാണി വിഭാഗം നായനാർ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. നായനാരോടൊപ്പം LDFിനൊപ്പം ചേർന്നു. LDFിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 16 സീറ്റിൽ മത്സരിച്ചു, 8 സീറ്റിൽ വിജയിച്ചു. 82 മാണി വീണ്ടും UDFിലെത്തി. 82 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ഗ്രൂപ്പുകളും കേരള കോൺഗ്രസിൻ്റെ ജോസഫ്, മാണി, പിള്ള 3 ഗ്രൂപ്പുകളും UDFിനൊപ്പം ഒരുമിച്ച് മത്സരിച്ചു. 93 ജേക്കബ് വിഭാഗം മാണിയിൽ നിന്നും പിന്മാറി. അതേസമയം 89 ആകുമ്പോഴത്തേനും ജോസഫ് വിഭാഗം LDFിനൊപ്പം ചേർന്നു. 2010 ജോസഫ് വിഭാഗം LDFിൽ നിന്ന് UDFിലേക്ക് ചേർന്നു. മാണി വിഭാഗം 2014 UDF വിടുകയും നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി കോൺഗ്രസ് അനുവദിച്ച രാജ്യസഭാ സീറ്റ് UDF നേതാക്കളുടെ സമ്മതമില്ലാതെ മാണിക്ക് ദാനമായി നൽകി അവരെ തിരിച്ചു കൊണ്ടുവന്നു. റിസ്ക് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിലും 2 വർഷത്തിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാണി ജോസ് വിഭാഗം LDFിനൊപ്പം ചേർന്നു. LDFിനൊപ്പം മത്സരിച്ചു. 13 നിയമസഭാ സീറ്റ് അനുവദിച്ചവർക്ക് അതിൽ 12 ലെവൽ മത്സരിക്കാൻ തയ്യാറായി. 1 അവർ തിരിച്ചു കൊടുത്ത് കുറ്റ്യാടി. ഈ 12 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചത് വെറും 5 സീറ്റിൽ മാത്രമാണ്. LDFിന് 99 സീറ്റ് ലഭിച്ചിരിക്കുന്ന സമയത്താണ് കേരള കോൺഗ്രസ് വെറും 5 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞത്. അതുതന്നെ അവരുടെ ഒരു പരാജയമാണ്. അവർ കേരള കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റിലൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. പാലയിലും കടുത്തുരുത്തിയിലൊക്കെ അവർക്ക് ദയനീയ പരാജയമാണ് നേരിട്ടത്. KM മാണിയുടെ നിര്യാണം പോലും ഒരു വോട്ടാക്കി മാറ്റാൻ, ഒരു സഹതാപ തരംഗം പോലും ഉണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാന്യമായ പരിഗണനയാണ് കേരള കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 6 കോർപ്പറേഷൻ നൽകി, ഒരു ചീഫ് വിപ്പ് നൽകി, അതോടൊപ്പം ഒരു മന്ത്രിസ്ഥാനം നൽകി, ബോർഡ് അംഗങ്ങളും നൽകി, ഇപ്പോൾ രാജ്യസഭയും നൽകി. ലോക്സഭയിൽ അവർ പരാജയപ്പെട്ടു. രാജ്യസഭ CPMന് അനുവദിച്ച സീറ്റായിരുന്നു. CPM പ്രതിനിധി ഇവിടുന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. മുന്നണി മാറാതിരിക്കാൻ വേണ്ടി CPM ത്യാഗം ചെയ്തതായിരുന്നു കേരള കോൺഗ്രസിന് സീറ്റ് നൽകിക്കൊണ്ട്. പക്ഷേ അതിന് കാര്യമുണ്ടാവില്ല. കാരണം ഉമ്മൻചാണ്ടി ത്യാഗം നൽകിക്കൊണ്ട് അവ വകവെക്കാതെ ആ രാജ്യസഭാ സീറ്റുമായിട്ട് അവർ തിരിച്ചു വന്നു LDFിലേക്ക്. ഇപ്പോൾ തിരിച്ച് LDF നൽകിയ രാജ്യസഭാ സീറ്റ് അവർ UDFിന് പോകുമ്പോൾ തിരിച്ചു നൽകുക ഇല്ല. അതൊരു ധാർമ്മികത പോലെ പുറത്തുകയില്ല. അധാർമികത എന്നത് അവരുടെ അജണ്ടയിലോ നിഘണ്ടുവിലോ ഇല്ലാത്തതാണ്.
കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൽ നിന്നും LDFിൽ നിന്നും UDFിലേക്ക് ചേക്കേറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.